മിനർവ അക്കാദമിയിൽ 3-ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു. മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് കെയർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ (CSSD), റേഡിയോളജി ടെക്നോളജി, ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് MBA കോഴ്സുകളും ആരംഭിക്കുന്നു. മിനർവ അക്കാദമി. കോൺടാക്ട് നമ്പർ 9995373833 അല്ലെങ്കിൽ 9895841933. മിനർവ അക്കാദമി, സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ്. നഗരം മുഴുവൻ വർണ്ണശബളങ്ങളായ ചിത്രങ്ങൾ, ശുചിത്വ സന്ദേശങ്ങളും പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടങ്ങളും അങ്ങനെ മാലിന്യമുക്ത നഗരമായ വടക്കാഞ്ചേരിയെ പൂങ്കാവനമാക്കി മാറ്റി മാതൃകയാവുകയാണ് വടക്കാഞ്ചേരി നഗരസഭ. സ്വച്ഛ് സർവേഷൻ സന്ദേശവുമായി നഗരസഭയുടെ ശുചിത്വ അംബാസിഡറും ചലച്ചിത്ര താരവുമായ രചന നാരായണൻകുട്ടിയും രംഗത്തെത്തിയതോടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നാടാകെ ഏറ്റെടുത്തു. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രചന നാരായണൻകുട്ടി. നമ്മുടെ വടക്കാഞ്ചേരി കുറച്ചുകൂടി കൂടുതൽ ഭംഗിയാക്കാനും വൃത്തിയും മനോഹരവുമായ നഗരസഭയാക്കി മാറ്റുന്നതിന് ഞാൻ കൂടെ ഉണ്ടാവും, നിങ്ങളും കൂടെ ഉണ്ടാകണം. നഗരത്തിന്റെ മുക്കും മൂലയും സ്വച്ഛ് സർവേഷനെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി. നീർച്ചാലുകളുടെയും പുഴയോരങ്ങളുടെയും കരകളിൽ മനോഹരങ്ങളായ പൂന്തോട്ടങ്ങളും ഒരുങ്ങി. സ്വച്ഛ് സർവേഷന്റെ ഭാഗമായി നഗരസഭയും ജനപ്രതിനിധികളും കൈകോർത്താണ് സൗന്ദര്യവൽക്കരണം നടത്തുന്നത്. ഇതിനോടനുബന്ധിച്ച് ഓരോ വാർഡിലും വലുതും ചെറുതുമായ നിരവധി ഉദ്യാനങ്ങൾ പൂത്തുലഞ്ഞു. ഭൂരിഭാഗം വാർഡിലും സൗന്ദര്യവൽക്കരണം പൂർത്തീകരിച്ചു. 31-ാം വാർഡിൽ സൗന്ദര്യാരാമം ഒരുക്കുന്നതിൽ രചന നാരായണൻകുട്ടിയും പങ്കാളിയായി. വടക്കാഞ്ചേരിയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട കലാകാരന്മാർ കൂടി സ്വച്ഛ് സർവേഷന്റെ ഭാഗമായപ്പോൾ പൊതു ഇടങ്ങളിലെ ചുമരുകളെല്ലാം നിറക്കൂട്ടുകളാൽ വർണ്ണശബളങ്ങളായി. അങ്കണവാടി ചുമരുകളിലെല്ലാം കുരുന്നുകൾക്കിഷ്ടപ്പെടുന്ന കാർട്ടൂൺ കഥാപാത്രങ്ങളാലും ശുചിത്വ സന്ദേശങ്ങളാലും നിറഞ്ഞു. സ്വച്ഛ് സർവേഷൻ സന്ദേശം പൊതുജനങ്ങൾക്കിടയിലെത്തിക്കാൻ നഗരസഭയുടെ നേതൃത്വത്തിൽ വിവിധ നിശ്ചല കലാരൂപങ്ങളും പൊതു ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളീയ നാടൻ കലാരൂപങ്ങളും ക്ലാസിക്കൽ നൃത്തരൂപങ്ങളും അവയിൽ ഇടം പിടിച്ചപ്പോൾ സ്വച്ഛ് സർവേഷൻ പ്രചരണത്തെ വ്യത്യസ്തമാക്കി. രചന നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾക്കിടയിൽ ശുചിത്വ സന്ദേശം ഉൾക്കൊള്ളുന്ന ബോധവൽക്കരണ ക്ലാസും നടത്തി. പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കാനും മാലിന്യം വലിച്ചെറിയാതിരിക്കാനുമുള്ള അവബോധം ജനങ്ങളിലെത്തിക്കാൻ ബോധവൽക്കരണ ക്ലാസുകളും ശുചീകരണ പ്രവർത്തനങ്ങളും നഗരസഭ നടത്തിവരികയാണ്. വലിച്ചെറിയൽ മുക്ത നഗരത്തെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യത്തോടെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിലവിൽ ഉപയോഗിക്കാത്ത എല്ലാവിധ സാധനങ്ങളും ശേഖരിച്ച് നഗരസഭയിലെ റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ സെന്ററിൽ ശേഖരിക്കുന്നുണ്ട്. ഇവ നഗരസഭയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് നൽകി പുനരുപയോഗ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് പദ്ധതി വഴി നടപ്പിലാക്കുന്നത്. പാഴ്വസ്തുക്കൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ അലങ്കാര വസ്തുക്കൾ നിർമ്മിച്ചും നഗരസഭ ശ്രദ്ധ നേടി. മാലിന്യ സംസ്കരണ രംഗത്ത് മികവാർന്ന പ്രവർത്തനങ്ങൾ നടപ്പാക്കി മാതൃകയാകാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രചന നാരായണൻകുട്ടി. നമ്മുടെ വടക്കാഞ്ചേരി കുറച്ചുകൂടി കൂടുതൽ ഭംഗിയാക്കാനും വൃത്തിയും മനോഹരവുമായ നഗരസഭയാക്കി മാറ്റുന്നതിന് ഞാൻ കൂടെ ഉണ്ടാവും, നിങ്ങളും കൂടെ ഉണ്ടാകണം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.